അട്ടപ്പാടിയിലെ മധു ഓർമ്മയായിട്ട് ഒരു വർഷം മോഷണക്കുറ്റം ആരോപിച്ച് അട്ടപ്പാടിയിൽ ആൾക്കൂട്ടം കൊലപ്പെടുത്തിയ ആദിവാസി യുവാവ് മധുവിന്റെ വേർപാടിൽ ഇപ്പോഴും നീറി കഴിയുകയാണ് അമ്മയും സഹോദരങ്ങളും. കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ നടപടികൾ ആരംഭിക്കാത്തതിൽ നിരാശരാണ് കുടുംബം. സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആരെയും നിയമിച്ചിട്ടില്ല. ലോകത്തിനു മുമ്പിൽ കേരളം തലകുനിച്ച ആ ദിവസത്തിന് ഇന്നൊരു വർഷം തികയുകയാണ്. മോഷണക്കുറ്റത്തിന്റെ പേരിൽ അട്ടപ്പാടിയിൽ ആൾക്കൂട്ടത്തിന്റെ മർദ്ദനമേറ്റ് കൊല്ലപ്പെട്ട മധുവിന്റെ നീറുന്ന ഓർമ്മകളിലാണ് അമ്മ മല്ലിയും സഹോദരങ്ങളും. കാട്ടിലായിരുന്നു മധുവിന്റെ താമസം. അവിടെ നിന്നാണ് പിടികൂടി ആൾക്കൂട്ട വിചാരണയ്ക്കായി കൈകെട്ടി കള്ളൻ എന്ന് വിളിച്ച് തല്ലി മുക്കാലി വരെ നടത്തിയത്. ഇന്ന് കാട്ടിൽ പോകുമ്പോൾ, പുഴയിലേക്കിറങ്ങുമ്പോൾ, വിറക് ശേഖരിക്കുമ്പോൾ എല്ലാം അമ്മ മല്ലിയുടെ മനസ്സിൽ മധുവാണ്. ഇതൊക്കെ ഈ കാട്ടിന്റെ കൂടെ തന്നെ എന്റെ മോനുണ്ടായിരുന്നതാ. അത് കാണാനോ പിടിക്കാനോ ഒന്നുമില്ല. വിറക് പോയാല്, പുളയ്ക്ക് പോയാല്, എവിടെ പോയാല് അതേപോലെ കാണുന്നുണ്ട്. കാണാൻ പറ്റില്ല. അത് ഓർത്തിട്ട് വീട്ടിൽ വന്ന് കിടക്കുമ്പോ അന്ന് ഉറക്കം വരില്ല. കഴിഞ്ഞ വർഷം ശിവരാത്രി കഴിഞ്ഞിട്ടായിരുന്നു മധുവിന്റെ മരണം. ഈ വർഷത്തെ ശിവരാത്രിക്ക്, ഇനിയുള്ള ശിവരാത്രിക്കും മധുവില്ല എന്നത് സഹോദരി സരസുവിന്റെ നെഞ്ചിലെ നീറ്റലാണ്. കഴിഞ്ഞ പ്രാവശ്യം ശിവരാത്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ശിവരാത്രി വരുന്നുണ്ടല്ലോ, അപ്പോൾ അവന് ഡ്രസ്സ് എടുക്കേണ്ട കാര്യമുണ്ടല്ലോ, അത് ഞങ്ങളുടെ മനസ്സിൽ ഓടി നടക്കുമായിരുന്നു. കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും വിചാരണ തുടങ്ങാത്തതിൽ മധുവിന്റെ കുടുംബം നിരാശയിലാണ്. ഇതിനിടെ സർക്കാർ നിയമിച്ച സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പിന്മാറിയെങ്കിലും പകരം ആളെ നിയമിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. തുടക്കത്തിൽ സർക്കാർ ഞങ്ങളൊപ്പം തന്നെ ഉണ്ടായിരുന്നേ. പിന്നീട് അത് സർക്കാരുമായിട്ടുള്ള ആ ബന്ധം കുറേ ഉണ്ടായത്. കാരണം എന്താന്ന് വെച്ചാൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റുകയും ചെയ്തു. അതുപോലെ അങ്ങനെ തന്നെ സർക്കാരിന് ഞങ്ങൾക്ക് അങ്ങനെ വേറൊരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കേണ്ടതായിരുന്നു. മധുവിനെ കൊന്നവർക്ക് ശിക്ഷ കിട്ടുന്നതുവരെ പോരാട്ടം തുടരും എന്ന് അമ്മയും സഹോദരങ്ങളും പറയുന്നു. മധു മരിച്ച് ഒരു വർഷമായിട്ടും വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടില്ല. തങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നീതി ലഭ്യമാക്കണം എന്നാണ് മധുവിന്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും പറയാനുള്ളത്. ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.